പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ ഫിൽ ആഖിറ. അവർക്കാണ് ഐഹിക ജീവിതത്തിലും പരലോകത്തും സന്തോഷ വാർത്തയുള്ളത്. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. അത് സന്തോഷ വാർത്ത തന്നെയാണ്, മഹത്തായ ഭാഗ്യം. അപ്പം ആ സന്തോഷ വാർത്ത അത് എന്നാണ് എഴുതി. ആ സന്തോഷ വാർത്ത തന്നെയാണ് മഹത്തായ ഭാഗ്യം എന്നാണ് ഇവിടെ എഴുതേണ്ടത്. പക്ഷെ ഇവിടെ അത് സന്തോഷ വാർത്ത തന്നെയാണ് മഹത്തായ ഭാഗ്യം എന്നാണ്. ഇത് മുജാഹിദ് പബ്ലിക്കേഷൻസിൻ്റെ ആണ്. അതിൽ അക്ഷരപ്രേക്ഷകരും ഒക്കെ ധാരാളമുണ്ട്. നമുക്ക് ഖുർആന് ഏതാവി അർത്ഥം മനസ്സിലാക്കി ഏറ്റവും ഉത്തമം മൗദൂദി സാഹിബിൻ്റെ ഖുർആൻ ഭാഷ്യം, അദ്ദേഹത്തിൻ്റെ തഫ്ഹീമുൽ ഖുർആന് മലയാളത്തിലേക്ക് മാറ്റിയ ഖുർആൻ ഭാഷ്യമാണ് കുറെ കൂടി നല്ലത്. നമുക്ക് ഖുർആനോട് കുറച്ചും കൂടി ഒരു ഖുർആനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുക അതാണ്. പക്ഷെ ഇതുപോലത്തെ പരിഭാഷകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിരീശ്വരവാദികളോ അല്പവിശ്വാസികളോ ഇതുപോലത്തെ പരിഭാഷ എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിൽ അകന്നു പോകാനൊക്കെ ഇടയാവും. കാരണം എന്ന് വെച്ചാൽ വാക്കുകളൊക്കെ വളരെ കൃത്യമായിരിക്കണം, പ്രത്യേകിച്ച് മലയാള ഭാഷയൊക്കെ. അത് എന്തെങ്കിലുമൊക്കെ മാറ്റപ്പിഴവ് വന്നാൽ അവർക്ക് ഗ്രന്ഥത്തോട് തന്നെ ഇഷ്ടക്കേടുണ്ടാവും. അപ്പം വളരെ കൃത്യമായി ഇതൊക്കെ പരിശോധിക്കുക, അതിൻ്റെ ആളുകളിലൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ ഇത് പബ്ലിഷ് ചെയ്യാവൂ. കാരണം അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. അതുവഴി ആരും വഴികേടിലാവാൻ പാടില്ല. അവിടെ ശ്രദ്ധിച്ച് ഓരോ വാക്കുകളും കൃത്യമാക്കി തന്നെ എഴുതുക. ഞങ്ങൾക്ക് ഖുർആൻ വളരെ ആസ്വാദികരമായ രീതിയിലാണ് അറബിയിൽ എഴുതുക. അതുപോലെ തന്നെ നമ്മൾ ആസ്വാദികരമായ രീതിയിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാനും ശ്രദ്ധിക്കുക. അതിനുള്ള വാക്കുകളൊക്കെ മലയാളത്തിലുണ്ട്, അത്യാവശ്യം വാക്കുകളൊക്കെ മലയാളത്തിലുണ്ട്. അറബിയുടെ അത്ര തന്നെ പരിപോഷിതമല്ലെങ്കിലും കുറേയൊക്കെ വാക്കുകളുണ്ട്. അതൊക്കെ തിരഞ്ഞു പിടിച്ച് ഉചിതമായ വാക്കുകൾ തന്നെ എഴുതി അതിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിൽ എഴുതുക. മക്കയിൽ ഖുർആൻ അവതരിച്ച സമയത്ത് ശത്രുക്കളുടെ നാവിൽ പോലും ഖുർആൻ വചനങ്ങൾ തട്ടിക്കളിച്ചിരുന്നു. കാരണം അത്രക്കും സാഹിത്യ ഭംഗിയാണ്. നല്ലൊരു ഗാനം പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ പാട്ടിൻ്റെ വരികൾ നമ്മുടെ ചുണ്ടിൽ വരിക. അതുപോലെ അവർക്ക് ചുണ്ടുകൾ വന്നിരുന്നു ഖുർആനിലെ വാക്യങ്ങൾ. അപ്പം അത്രയ്ക്കൊന്നും മലയാളത്തിന് കഴിയില്ലെങ്കിലും കുറേയൊക്കെ അതിൻ്റെതായ ശരിയായ പദങ്ങളൊക്കെ നോക്കി തിരഞ്ഞു പിടിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ കുറേയൊക്കെ വിജയം വരിച്ചത് ഖുർആൻ ഭാഷ്യമാണ്. IPHൻ്റെ ഖുർആൻ ഭാഷ്യത്തിലൊക്കെ ഞാൻ പതിവായി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഖുർആൻ പരിഭാഷയായിരുന്നു IPHൻ്റെ. അതൊരു 5-8 തവണ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പം ഖുർആൻ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് മുജാഹിദ് പബ്ലിക്കേഷൻ്റെ എടുത്ത്. കാരണം ഇത് ഒരു ആയത്ത് പരിപൂർണമായിട്ട് വരും പറയും. ഒരു ആയത്ത് അറബിയിൽ എഴുതുകയും അതിൻ്റെ ആ പരിഭാഷ അതിന് ചുവട്ടിലായിക്കൊണ്ട് അവർ എഴുതുകയും ചെയ്യും. പക്ഷേ ഖുർആൻ ഭാഷ്യം അതായത് IPHൻ്റെ അങ്ങനെയല്ല. അത് 5-10 ആയത്ത് ഒന്നായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ 5-10 ആയത്തിൻ്റെ അർത്ഥം താഴെ എഴുതുക ചെയ്യുക. അപ്പം നമുക്ക് ഞാൻ ഓരോ നമ്പർ കിട്ടാനുള്ള ഓരോ ക്ലാസ് എടുക്കുന്നതല്ലേ. ഖുർആൻ സൂക്തം ആറാഫ് ഇത്രാം വാക്യം അല്ലേ, 15-ാം വാക്യം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് കൃത്യമായിട്ട് ഇത് കിട്ടണമെങ്കിൽ അത് പിന്നെ ഒരായത്തിൻ്റെ അർത്ഥം മാത്രം പറയുന്ന രീതിയിൽ വരണം. അപ്പം ഖുർആൻ ഭാഷത്തിൽ അത് കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാൻ കാരണം, മുജാഹിദ് പരിഭാഷ എടുക്കാൻ കാരണം. അതിൽ പിന്നെ തുടക്കത്തിൽ തന്നെ ഖുർആൻ ഭാഷത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓരോ ആയത്തും അതിൻ്റെതായ ചുവട്ടിൽ താഴെ എഴുതി കഴിഞ്ഞാൽ ഖുർആൻ്റെ ആശയ സമ്പുഷ്ടത നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഒരു ഗണ്ണികയായിട്ട് അവർ എഴുതിയത്. 5 അല്ലെങ്കിൽ 5-ൽ കൂടുതലോ ഒക്കെ വാക്യങ്ങൾ ഒരുമിച്ച് അർത്ഥം പറഞ്ഞ രീതിയിലാണ് അവർ എഴുതിയത്. ഖുർആൻ്റെ ആ സാഹിത്യ ഭംഗി ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇത് ശരി തന്നെയാണ്. ഇതെല്ലാം നമുക്ക് ഈ വിശദീകരണത്തിലേക്ക് കടക്കാം. അവർക്കാണ് ഐഹിക ജീവിതത്തിലും പരലോകത്തും സന്തോഷ വാർത്തയുള്ളത്. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. ആ സന്തോഷ വാർത്ത തന്നെയാണ് മഹത്തായ ഭാഗ്യം. അപ്പോൾ ആർക്കാണ് വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തവർക്ക് ഈ ലോകത്തും സന്തോഷ വാർത്തയുണ്ട്, പരലോകത്തും സന്തോഷ വാർത്തയുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവും, അള്ളാഹു പറഞ്ഞ വചനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. അത് അന്നും എന്നും ഒരുപോലെ തന്നെ ആയിരിക്കും. പിന്നെ
ഇപ്പം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സത്യനിഷേധികളെ ഞാൻ പരീക്ഷിക്കും, അവർക്ക് ഞാൻ കയറ് നീട്ടി അയച്ചിട്ട് കൊടുക്കൂല, മത്സ്യത്തെ പിടിക്കാൻ വേണ്ടിയിട്ടില്ലേ. നമ്മൾ മത്സ്യത്തെ പിന്നെ പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ അതിങ്ങോട്ട് ചൂണ്ടലിൻ്റെ കണ്ണി നമ്മൾ ലൂസാക്കി ഇട്ട് കൊടുക്കും, എന്നിട്ട് ഒറ്റപ്പിടുത്തം പിടിക്കുക ചെയ്യുക. മറ്റേത് ചൂണ്ടൽ ഇളകിയ ഉടനെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം മത്സ്യത്തിൻ്റെ അണ്ണാക്കിൽ തറക്കണം ഈ ചൂണ്ടലിൻ്റെ പുറത്ത്. അപ്പോൾ അതിന് അല്പം അയച്ചിട്ട് കൊടുക്കണം. അയച്ചിട്ട് കൊടുത്ത ശേഷമാണ് ഒറ്റപ്പിടുത്തം പിടിക്കുമ്പോൾ അത് അതിൻ്റെ അണ്ണാക്കിൽ അത് കൊളുത്ത് വലിച്ച് നമുക്ക് ആ മത്സ്യത്തെ കിട്ടും. അപ്പം അതുപോലെ തന്നെ അള്ളാഹു സത്യനിഷേധികൾക്ക് എന്തെങ്കിലും അയച്ചിട്ട് കൊടുക്കുകയാണ്, എന്നിട്ടൊരു പിടുത്തം പിടിക്കുന്നു. ഖുറാനിൽ 1400 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പും അള്ളാഹുവിൻ്റെ നടപടി അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഇപ്പോൾ വലിയ അക്രമികൾക്ക്, ഇപ്പോൾ ഇസ്രായേലൊക്കെ പാവങ്ങളായ ഫലസ്തീനികളെ ആക്രമിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും അവർ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു അവർക്ക് അയച്ചിട്ട് കൊടുക്കണം, ഇതുവരെ പോകുമെന്ന് നോക്കാൻ വേണ്ടി അള്ളാഹു അയച്ചിട്ട് കൊടുക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അവർക്ക് ഇഹലോകത്തും പരലോകത്തും സന്തോഷ വാർത്ത. ഇഹലോകത്തും അവർക്ക് മാന്യമായ ജീവിതം ഉണ്ടാവും. ഈ ഉള്ളവനിപ്പം ഈമാൻ്റെ മാധുര്യം അനുഭവിച്ചു കൊണ്ട് ജീവിക്കുകയാണല്ലോ, ഏകദേശം ഒരു 2018 മുതൽക്ക് 2018 ഏകദേശം നവംബറിലൊക്കെ ആകുമ്പോഴാണ് എനിക്കൊരു ഈമാൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിഞ്ഞത്. അപ്പം അതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ ഭൂമിയിൽ എപ്പോഴും സമാധാനമായിരിക്കും. എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് സമാധാനമായിരിക്കും. നമ്മൾ അള്ളാഹുവിൻ്റേതാണല്ലോ, നമ്മൾ മരിച്ചു പോകേണ്ടതാണല്ലോ എന്നൊരു സമാധാനം സന്തോഷവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് എളുപ്പമായി തീരുകയും ചെയ്യും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ബസ് കിട്ടണം, ഒരു ബസ്സേ ഉള്ളൂ എന്ന് കൂട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ നേരം വൈകി, എന്നാൽ നമ്മൾ തിരക്കിട്ട് പോകേണ്ട ഒരാവശ്യം നമുക്ക് വരില്ല. അത് പോയില്ലെങ്കിൽ പോട്ടെ, എനിക്കിപ്പം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകാൻ കൂട്ടാ, ഇൻ്റർവ്യൂ എനിക്ക് വിധിച്ചിട്ടില്ല, ആ ജോലി എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് സമാധാന ചിത്തനായ മാറാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ എങ്ങനെയൊക്കെ പങ്കെടുത്തു എന്ന് കൂട്ടാം, മറ്റുള്ള വിദ്യാർത്ഥികൾ പഠനതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ സമാധാനപൂർണ്ണമായി നമുക്ക് ഉത്തരം പറയാൻ കഴിയുകയും, ചിലപ്പോൾ അവർ പഠിച്ചെത്തും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും കൂടി നമുക്ക് വിജയിക്കാനും കഴിയും. കാരണം നമ്മുടെ മനസ്സ് സമാധാന ചിത്തനാണ്. അതാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്ക് വേണ്ടത്. ധൃതി പിടിപ്പും ഒന്നും പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുന്നവർക്ക് ഈ ലോകത്തും സമാധാനം കിട്ടും, പരലോകത്തും സമാധാനം കിട്ടും. ഈ ലോകത്ത് എങ്ങനെ സമാധാനം വരുന്നതെന്ന് വെച്ചാൽ, ഈ ലോകത്തും സന്തോഷ വാർത്തയാണുള്ളത്. സന്തോഷ വാർത്തക്ക് കാരണം എന്താണ്? സമാധാനം. എല്ലായിടത്തും വിജയിക്കും. സമാധാനമുള്ളത് കൊണ്ട് അവർക്ക് എന്ത് കാര്യം എളുപ്പത്തിൽ ഇപ്പോൾ ഒരു അടക്കാപ്പണി തന്നെ കൂട്ടാം, ഒരു ഭക്ഷണം പാകം ചെയ്യുന്ന ജോലി, അത് തിരക്ക് കൂട്ടി ചെയ്താൽ വൃത്തിയാവില്ല, സമാധാനപരമായി ചെയ്താൽ വൃത്തിയാവും. അപ്പോൾ അത് നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും. എല്ലാം കൊണ്ടും സന്തോഷം. ഒരു വാഹനം ഓടിക്കുകയാണെങ്കിലും നമ്മൾ അനാവശ്യമായിട്ട് ഹോൺ അടിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം നമ്മളെപ്പോലെ സൗകര്യം അവർക്കും കിട്ടണമെന്ന ചിന്താഗതിയായിരിക്കും ഒരു വിശ്വാസിക്കുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് വിശ്വാസി സമാധാനപരമായി റോഡിനരികിലൂടെ ഒരു നിശ്ചിത വേഗതയിൽ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വളരെ വേഗത കുറച്ചിട്ട് പോവില്ല. അധികം വേഗത ഉണ്ടായിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുമെന്ന് കരുതി അധികം വേഗതയിലും പോവില്ല. എല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുക്കും. ഇങ്ങനെയൊക്കെ പോകുന്നതോടുകൂടി ആ വണ്ടി ഓടിക്കുന്നവനും വണ്ടിയിലുള്ളവർക്കും സമാധാനം കിട്ടും, വണ്ടിയുടെ പിറകിലുള്ളവർക്കും സമാധാനം കിട്ടും. അതുപോലെ നിയമങ്ങൾ കർശനമായി പാലിക്കും. അത് മറ്റുള്ളവർക്കൊരു മുതൽക്കൂട്ടാവും. അത് മറ്റുള്ളവർ അനുകരിക്കാനിടയാവും. ആ വ്യക്തി ശരിക്കും ഇൻഡിക്കേറ്റർ കെട്ടി വ്യക്തമായിട്ട് ഓടിച്ചു, നമ്മളതുപോലെ ഓടിക്കട്ടെ. അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും സമാധാനം നമുക്ക് കിട്ടും. ഈ ലോകത്തും സത്യവിശ്വാസികളുടെ പ്രവർത്തനം മൂലം നമുക്കും മറ്റുള്ളവർക്കൊക്കെ സമാധാനം കിട്ടും. സന്തോഷവും സമാധാനം ലഭിക്കുന്ന ആ ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.